ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണിത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറയിലുള്ളത്. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഹൈക്കോടതി പൂർണ്ണമായി സ്റ്റേ ചെയ്തു. ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. KSRTC സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഇതിനിടെ കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 21 നടത്താനിരുന്ന വാഹന പണിമുടക്ക് പിൻവലിച്ചു. 10 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾക്ക് പ്രധാന നഗരങ്ങളിൽ വിലക്കേർപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് KSRTC സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ ഉത്തരവ്. ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. ദില്ലിയിൽ 2 വർഷത്തെ സാവകാശം നൽകിയാണ് നിരോധനം നടപ്പാക്കിയതെന്ന് സ്റ്റേ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വാദം പൂർത്തീകരിച്ച് വിധി പ്രഖ്യാപിക്കുന്നതുവരെയാണ് സ്റ്റേ. ട്രിബ്യൂണൽ വിധിക്കെതിരായ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2000 cc മുകളിലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യരുതെന്നായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. പ്രധാന നഗരങ്ങളിൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഓടിക്കരുതെന്നും ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇതിൽ 2000 cc മുകളിലുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിരോധിച്ചത് ഹൈക്കോടതി നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നു. പുതിയ ഉത്തരവോടെ മോട്ടോർ വാഹന മേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശിയുടെ സംസ്കാരത്തിന് അനുമതി നിഷേധിച്ച കുമരകം പള്ളിക്കെതിരെ ബിഷപ്പ് തോമസ് മാർ തിമോത്തിയോസ്. അന്ത്യാഭിലാഷം നടത്താത്തത് നീതികേടാണെന്നും മരിച്ചവരെ അടക്കുക എന്നത് സഭാ നിയമം അനുസരിച്ച് പുണ്യപ്രവൃത്തിയാണെന്നും മാർ തിമോത്തിയോസ് പറഞ്ഞു. പ്രിയങ്ക ചോപ്രയുടെ വല്യമ്മയാണ് മരിച്ചത്. കുമരകം പള്ളിയിൽ അവർക്ക് അന്ത്യവിശ്രമം കൊടുക്കുവാനായിട്ട് ആ പള്ളി നിഷേധിച്ചപ്പോൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തത്. സഭാ പാരമ്പര്യം അനുസരിച്ച് ഒരു മരിച്ചയാളെ അടക്കുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ്. അതിന് മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിച്ചെന്നോ അല്ലെങ്കിൽ മറ്റൊരു ദേശക്കാരനെ കല്യാണം കഴിച്ചെന്നോ ഒക്കെ പറഞ്ഞ് തടസ്സമുണ്ടാക്കുന്നത് മാനുഷികമല്ല, ക്രൈസ്തവവുമല്ല. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ദില്ലിയിലെത്തും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചത്. നേതൃമാറ്റം അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. UDF ചെയർമാൻ സ്ഥാനം ഉമ്മൻചാണ്ടി ഏറ്റെടുക്കണമെന്നത് പൊതുവികാരമാണെന്ന് സുധീരൻ പറഞ്ഞു. സമവായ ശ്രമം ലക്ഷ്യമിട്ടാണ് ഇരുതട്ടിലായ VM സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് അടിയന്തരമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി 3 നേതാക്കളും ദില്ലിയിലെത്തും. നാളെയാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. തോൽവിയുടെ ഉത്തരവാദിത്തം KPCC നേതൃത്വത്തിന്റേതാണെന്നും VM സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നുമുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം VM സുധീരനും ഒഴിയണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. ഇക്കാര്യം A ഗ്രൂപ്പ് ദൂതനായി എത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഴിമതി ആരോപണരായവരെ മാറ്റി നിർത്താനുള്ള തന്റെ തീരുമാനം തള്ളിയ ഉമ്മൻചാണ്ടി ചെന്നിത്തല നിലപാടാണ് തിരിച്ചടിയായതെന്ന നിലപാടിൽ സുധീരനും ഉറച്ചു നിൽക്കുന്നു. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമെന്നും സംഘടന പൊളിച്ചെടുത്താണ് ഉണ്ടാവേണ്ടതെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിക്കുമെന്നാണ് സൂചന. അതിനാൽ തന്നെ സമവായം കണ്ടെത്തുന്നതിനായി ദില്ലിയിലെ ചർച്ചയും നീണ്ടുപോയേക്കാനാണ് സാധ്യത.
ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ നിർമ്മാണ തുകയുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ നൽകിയ കേസ് ഒത്തുതീർപ്പാക്കി. കോടതിക്ക് പുറത്താണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. കെട്ടിട നിർമ്മാണത്തിന്റെ കുടിശ്ശികയായ 2,80,00,000 രൂപ 3 വർഷത്തിലേറെയായി നൽകാതിരുന്നതിനെ തുടർന്നാണ് കരാറുകാരനായ ഹീദർ കൺസ്ട്രക്ഷൻസ് കോടതിയെ സമീപിച്ചത്. അതേസമയം ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ അംഗങ്ങളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോണിയാഗാന്ധി അംഗമല്ലെന്ന് ഡയറക്ടർ ഹിദുർ മുഹമ്മദ് അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷ പ്രതിയെന്ന നിലയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ സഹോദരനെ സ്പോർട്സ് കൌൺസിലിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിച്ചത് നിയമവിരുദ്ധമായിട്ടാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. അജിത് മാർക്കോസിന് മതിയായ യോഗ്യതകളില്ലായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ സമർപ്പിച്ച ബയോഡാറ്റ വ്യക്തമാക്കുന്നു. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരൻ അജിത് മാർക്കോസിന് അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കലായി നിയമനം ലഭിക്കുന്നതിനായി സ്പോർട്സ് കൌൺസിൽ മുമ്പാകെ സമർപ്പിച്ച ബയോഡാറ്റ ആണിത്. ബയോഡാറ്റ പ്രകാരം കോയമ്പത്തൂർ മഹാരാജ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ MCA ബിരുദം മാത്രമാണ് അജിത്തിന്റെ ഏക വിദ്യാഭ്യാസ യോഗ്യത. ഇനി അജിത് മാർക്കോസ് ഇപ്പോൾ ഇരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ എന്ന പദവിയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. കായിക വിദ്യാഭ്യാസത്തിൽ മാസ്റ്റർ ബിരുദം, കായിക താരങ്ങളുടെ കോച്ചാവാനുള്ള NIS ഡിപ്ലോമ, അന്താരാഷ്ട്ര കോച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ പങ്കെടുത്തതിന്റെ യോഗ്യതകൾ. ഞങ്ങളുടെ അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ യാതൊരു യോഗ്യതാ മാനദണ്ഡങ്ങളും അജിത് മാർക്കോസിനില്ല. എന്നാൽ അഞ്ജു ബോബി ജോർജ് അധ്യക്ഷയായ കേരള സ്പോർട്സ് കൌൺസിലിന്റെ സെക്രട്ടറി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് നിയമനം നൽകണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് അജിത്തിനെ ഈ പദവിയിൽ നിയമിച്ചത്. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിന്റെ സ്വന്തം സഹോദരനെ ഉന്നത പദവിയിൽ നിയമിച്ചത് അഞ്ജു ബോബി ജോർജിന്റെ കൂടി താൽപര്യം പരിഗണിച്ചാണ്. വഴിവിട്ട നിയമനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ LDF സർക്കാർ ഇത് പുനഃപരിശോധിക്കാനിരിക്കെയാണ് അഞ്ജു ബോബി ജോർജ് മന്ത്രിക്കെതിരായ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സ്പോർട്സ് കൌൺസിലിൽ വിദേശയാത്രകൾ നടത്തിയതിൽ അഴിമതിയുണ്ടെന്ന് മന്ത്രി EP ജയരാജൻ. ചില നിയമനങ്ങൾ ബാധ്യതയുണ്ടാക്കിയെന്നും ജയരാജൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. സന്തോഷത്തോടെയായിരുന്നു അഞ്ജു അന്ന് മടങ്ങിയതെന്നും ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് NCPയിൽ തർക്കങ്ങളില്ലെന്ന് തോമസ് ചാണ്ടി MLA. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിയിൽ ധാരണകളുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും കേന്ദ്ര നേതൃത്വം പറയുന്നത് അനുസരിക്കുമെന്നും തോമസ് ചാണ്ടി പറഞ്ഞു. കുവൈറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തനിക്ക് ഒരു അവകാശവാദവുമില്ലെന്നും തോമസ് ചാണ്ടി പറഞ്ഞു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതായി ആശുപത്രി അധികൃതർ. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ രഹസ്യമായി പാർപ്പിച്ചിരിക്കുന്നുവെന്ന തങ്ങൾക്കെതിരായ വാർത്ത അടിസ്ഥാനമില്ലാത്തതാണെന്നും കുപ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൊച്ചി സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൊട്ടാരക്കര വാളകത്ത് വൃദ്ധനായ ജോണിക്കുട്ടിയെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതി പ്രസാദിനെ പോലീസ് പിടികൂടി. ഒന്നിനാണ് വാളകം സ്വദേശിയായ ജോണിക്കുട്ടിയെ NSS കരയോഗത്തിന് സമീപം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ജോണിക്കുട്ടിക്കൊപ്പം കുടുംബത്തോടെ താമസിച്ചുവെന്ന പ്രസാദിനെ പിടികൂടുന്നത്. മെയ് 31 രാത്രി 10 മണിക്ക് ശേഷം മദ്യപിച്ചുകൊണ്ടിരിക്കെ മദ്യവിൽപ്പനയിൽ ലഭിച്ച വരുമാനം വീതം വയ്ക്കുന്നതിൽ തർക്കമുണ്ടാവുകയും പ്രസാദ് ജോണിക്കുട്ടിയെ തള്ളി വീഴ്ത്തുകയും ചെയ്തു. വീഴ്ചയിൽ ബോധം നഷ്ടപ്പെട്ട ജോണിക്കുട്ടിയുടെ പുറത്ത് മദ്യമൊഴിച്ച് പ്രസാദ് തീയിടുകയായിരുന്നുവെന്ന് കൊട്ടാരക്കര DYSP അശോകൻ പറഞ്ഞു. അടൂരിൽ പോലീസിനെ ആക്രമിച്ച കേസുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രസാദ് പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുട്ടികൾക്ക് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിലാണ് താൽക്കാലിക ക്ലാസ് റൂമുകൾ ഒരുക്കിയത്. വടക്കാഞ്ചേരി AEOയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ രേഖകൾ ഏറ്റെടുത്തു. മെയ് 30 അടച്ചുപൂട്ടിയ കിലാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുരുന്നുകൾക്ക് ആശ്വാസം പകർന്നാണ് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഓഫീസ് അടച്ചെങ്കിലും സ്കൂളിൽ ക്ലാസുകൾ നടന്നുവരികയായിരുന്നു. സ്കൂൾ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി AEO TN അംബികാവല്ലി രേഖകൾ ഏറ്റെടുത്തു.
സ്കൂളിലെ 40 കുട്ടികൾക്കും വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിൽ താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. PMLP കിലാലൂർ സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്ത് കോടതി ഉത്തരവ് പ്രകാരം ആക്കിയിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് 9ാം വാർഡിലെ വ്യവസായ കേന്ദ്രത്തിലാണ് കുട്ടികളെ സുരക്ഷിതമായി എത്തിച്ചേർത്തിരിക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ പൂർത്തിയായതായി AEO ഹൈക്കോടതിയെ അറിയിക്കും. ഒരാഴ്ചക്കുള്ളിൽ സ്ഥിരം സംവിധാനങ്ങൾ ഒരുക്കാനാവുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി അറിയിച്ചു. അധികം താമസിയാതെ തന്നെ സർക്കാർ ഏറ്റെടുത്ത ഉടനെ അതേ സ്കൂളിൽ തന്നെ ഈ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യവസായ കേന്ദ്രത്തിലെ താൽക്കാലിക കെട്ടിടത്തിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നോമ്പുതുറയ്ക്ക് ആവശ്യമായ കൊതിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ. വൈകിട്ട് 4 മണിയായാൽ നോമ്പ് തുറക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഇവിടെ നിന്നും ലഭിക്കും. കൊതിയൂറുന്ന വിഭവങ്ങൾ രുചിയുടെ പെൺകരുത്തുമായാണ് കുടുംബശ്രീയിലെ ചേച്ചിമാർ റംസാന് വിഭവങ്ങൾ ഒരുക്കുന്നത്. സമൂസ, ഉന്നക്കായ, പഴം നിറച്ചത്, ബീഫ് ചിക്കൻ കട്ട്ലറ്റുകൾ, വീറ്റ് പൊറോട്ട, ഒപ്പം സ്പെഷ്യൽ മൊഞ്ചത്തി ബിരിയാണി. കോഴിക്കോട് നഗരത്തിലെ നടക്കാവൽ സ്ഥിതി ചെയ്യുന്ന കഫേ ശ്രീയുടെ പരിസരത്തിലൂടെ വെള്ളം ഇറക്കാതെ നടക്കാൻ കഴിയില്ല എന്നത് തീർച്ച. നോമ്പിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഉന്നക്കായ, സമൂസ, കട്ട്ലറ്റ്, ബോണ്ട, ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, മീൻപത്തിരി, അങ്ങനെ എല്ലാവിധ മലബാർ പലഹാരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റംസാനോട് അനുബന്ധിച്ചാണ് ഇവർ രുചിയേറുന്ന വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. 11 ചേച്ചിമാർ. ഉച്ചയ്ക്ക് തുടങ്ങുന്ന പലഹാരമൊരുക്കൽ ചിലപ്പോൾ സന്ധ്യ വരെ നീളും. അപ്പോഴേക്കും സാധനം വാങ്ങാൻ എത്തുന്നവരുടെ നീണ്ട നിര കാണാം. തരിക്കഞ്ഞിക്കാണ് ആവശ്യക്കാർ ഏറെയും. മടക്കിപ്പത്തിരി തേടിവരാത്തവരും കുറവല്ല. ചട്ടിപ്പത്തിരി, നൈസ് പത്തിരി, ജീരകകഞ്ഞി, നോമ്പുതുറയ്ക്ക് ആവശ്യമായ എല്ലാ പലഹാരങ്ങളും ഉണ്ടിവിടെ. കോഴിക്കോട് നടക്കാവിലൂടെ നടന്നുപോയാൽ ഈ വണം നമ്മെ ആകർഷിക്കും. വിഭവങ്ങളൊരുക്കി കാത്തിരിക്കുകയാണ് കുടുംബശ്രീയിലെ ചേച്ചിമാർ. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് മത്സ്യം വളർത്തുക എന്ന പുതിയ പദ്ധതിക്ക് ചേർത്തലയിൽ തുടക്കമായി. മന്ത്രി പി. തിലോത്തമൻ പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. ഓക്സിജൻ അളവ് കുറഞ്ഞ മേഖലയിലും ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പുതിയ രൂപവും ഭാവവും നൽകി ശ്രദ്ധേയമാവുകയാണ് ഗാന്ധി സേവാ കേന്ദ്രം. വീട്ടമ്മമാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത്. ഇതിന് പരിഹാരമായാണ് മത്സ്യങ്ങളെ വളർത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഈ പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പത്മകുമാറാണ്. ഒരു 10 സ്ക്വയർ മീറ്റർ ഉള്ള ടാങ്ക് ഉണ്ടെങ്കിൽ, ഒരു സിറ്റ് ഔട്ടിന്റെ വലിപ്പത്തിലുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രൂപകൽപ്പന വളരെ പ്രധാനമാണ്. ഡിസൈൻ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഒരു 100 മുതൽ 150 വരെ മത്സ്യം നോക്കാം. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പരീക്ഷിച്ച് വിജയിച്ച സാങ്കേതിക വിദ്യയാണിത്. ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം മത്സ്യം വിറ്റ് കിട്ടുന്ന പണവും പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് സഹായകരമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പം വേസ്റ്റ് ഒന്നും ഇല്ല, കാരണം ഇതിന് കൊടുക്കുന്നതുകൊണ്ട് ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെയാണ് മത്സ്യ വളർത്തു കേന്ദ്രം ഒരുക്കി കൊടുക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനൊപ്പം മത്സ്യസമ്പത്ത് കൂടി വളർത്തിയെടുക്കുക എന്ന പുതിയ പദ്ധതിക്കാണ് ചേർത്തലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ പ്രിൻസ് ഇല്യാസിനൊപ്പം ഷാജഹാൻ. സൗജന്യമായി വൃക്കദാനം ചെയ്ത ലേഖ നമ്പൂതിരിക്ക് സഹായ പ്രവാഹം. മമ്മൂട്ടിയുടെ പതഞ്ജലി ഗ്രൂപ്പിന്റെ ധനസഹായം പതഞ്ജലി ഗ്രൂപ്പ് MD ജ്യോതിഷ് കൈമാറി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് സഹായം കൈമാറിയത്. നട്ടലിന് പരിക്കേറ്റ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ലേഖ നമ്പൂതിരിയുടെ ഓപ്പറേഷൻ പൂർത്തിയായി.